വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ദിവസമാണെന്ന് ബജറ്റ്. നമ്മുടെ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ ദിവസം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പോയിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് രാവിലെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബഹിഷ്കരിച്ച് അവര് പോയിട്ടുണ്ട്. ഇപ്പോ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ 12 ലക്ഷം വരുമാനം ഉള്ളവർക്ക് ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഇന്നത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് കൺഫ്യൂഷൻസ് അതിനകത്തുണ്ട്. നമുക്ക് അതിൽ നിന്ന് ആദ്യം തുടങ്ങാം. പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നമ്മുടെ രാജ്യത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാരുടെ, അതായത് നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടി CPM-ന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ബഡ്ജറ്റ് ഉണ്ടാകുമ്പോൾ ആസ് യൂഷ്വൽ ഒരു ജനറൽ സാധനമാണ്. വളരെ നിരാശാജനകമായിരുന്നു. രാജ്യത്തിനൊന്നും കിട്ടിയില്ല, കേരളത്തിനൊന്നും കിട്ടിയില്ല, ഇങ്ങോട്ടൊന്നും തന്നില്ല. അങ്ങനെ അവർക്ക് പറയാൻ പറ്റൂ. കേരളത്തിന് വല്ലതും കിട്ടിയാൽ പോലും എന്ന് പറഞ്ഞ് ബീഹാറിന് വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കാർഡടിച്ചിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ചർച്ച ചെയ്യണം. അപ്പൊ ഈ ബഡ്ജറ്റിന്റെ ഈ ഇൻകം ടാക്സിന്റെ സംഭവം ഹിസ്റ്റോറിക് ഡേ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞാണ് സകല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ദേശീയ മാധ്യമങ്ങൾ. അതിൽ അപ് ടു 12 lakh ടാക്സ് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്നത് അത് അങ്ങനെയല്ല. ടാക്സ് ഉണ്ട്. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ വരുമാനം ഉള്ള ആൾക്കാർക്ക് 5%, 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 10%, 12 to 16 15%, 16 to 20 20%, 20 to 24 ലക്ഷം 25%, എബൌട്ട് 24 lakhs 30% ടാക്സ് ഉണ്ടെന്ന് പറയും. ഏതാണ് സത്യം? ഇപ്പൊ 12 ലക്ഷം ഉള്ളതിൽ ടാക്സ് ഇല്ല എന്ന് പറയുന്നു. ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നു അല്ല, അങ്ങനെയല്ല, ടാക്സ് ഉണ്ടെന്ന് പറയുന്നു. എന്താ സത്യം? ഇതിന്റെ വസ്തുത എന്താണ് ചോദിച്ചേട്ടാ? ഇത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാരണം ഈ ബഡ്ജറ്റ് നമുക്ക് അത് പൂർണ്ണമായിട്ട് വന്നില്ല. അത് കാരണം അതൊക്കെ സാമ്പത്തിക വിശകലനം ചെയ്യുന്നവർ വിശദമാക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം ബഡ്ജറ്റ് എപ്പോഴും വരുമ്പോൾ നമ്മൾ അതിന്റെ ആ പ്രഖ്യാപനങ്ങളാണ് തലക്കെട്ടായി കൊടുക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചർച്ചകൾ മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചില ചാർട്ടേഡ് അക്കൗണ്ടന്മാരടക്കമുള്ളവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ബഡ്ജറ്റ് പൂർണ്ണമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഈ മോൾത്തട്ടിൽ ഉള്ള പ്രഖ്യാപനങ്ങളെ നമുക്ക് കാര്യമായി കാണേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് ജനങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതെന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം. അതായത് നിലവിൽ സ്ലാബുകൾ ഉള്ളവർ അത് തുടരുകയും പുതിയതായി വരുന്നവർക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പുതിയതായി ഒരു സിസ്റ്റത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. ഏതായാലും ഇപ്പൊ ഈ 12 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട എന്നൊരു തീരുമാനം അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് അത് ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സർക്കാർ പിന്നാക്കം പോയിരുന്നു. അതായത് ഉദ്ദേശിച്ച ഭൂരിപക്ഷം ഒന്നും കിട്ടാൻ വന്നപ്പോൾ RSS ഒരു സർവേ നടത്തുകയുണ്ടായി. RSS ഒരു സർവേ നടത്തിയതിനു ശേഷം RSS ഒരു റിപ്പോർട്ട് BJPക്ക് നൽകി. ആ റിപ്പോർട്ടിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാധാരണക്കാരന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവന് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവന് ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് അതിൽ പറയുന്ന കാര്യം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി വലുതാക്കുകയും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ് ഡീലുകളും മറ്റുമൊക്കെ ആയതെങ്കിൽ സാധാരണപ്പെട്ടവനെ സംബന്ധിച്ച് അവന് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവനെ സംബന്ധിച്ച് പോക്കറ്റ് പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന കച്ചവടക്കാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ടൗണുകളിലൊക്കെ ഉള്ള കച്ചവടക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർ, നമ്മളിപ്പോ ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഏത് കച്ചവടക്കാർക്ക് ചെന്നാലും അവർ പറയുന്നത് കച്ചവടമൊക്കെ വളരെ മോശമാണ്, ആൾക്കാരുടെ ഒന്നും പൈസ ഇല്ല എന്ന് എല്ലാ കച്ചവടക്കാരും പറയുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മളുടെ ആളുകൾ തന്നെ പറയുന്നു പൈസയൊക്കെ വേണ്ടേ, പൈസ ഇല്ല എന്ന് പറയുന്നു. ഈ മാർക്കറ്റ് ചലിപ്പിക്കുന്നത് കൂടുതലും ഇടത്തരക്കാരാണ്, മധ്യവർഗം എന്ന് പറയുന്ന വിഭാഗമാണ് നമ്മുടെ വിപണിയെ എക്കാലവും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സമ്പന്നന്മാരല്ല ചലിപ്പിക്കുന്നത്. സമ്പന്നന്മാർ ഉത്പാദിപ്പിക്കുന്നു, ഇടയ്ക്ക് നിൽക്കുന്ന മധ്യവർഗം, ഇപ്പൊ എന്നെയും ധനുഷിനെ ഒക്കെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ ബഹുഭൂരിപക്ഷം പേരെ പോലെയൊക്കെയുള്ള ഇടനിലക്കാരാണ് ഇത് ചലിപ്പിക്കുന്നത്. അപ്പൊ ഇടനിലക്കാരിൽ കൂടുതലും പേര് മാസവരുമാനമുള്ളവർ തന്നെയാണ്. അത് സർക്കാർ ജോലിക്കാരുണ്ടാകും, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, ചെറുകിട ബിസിനസ്സുകളും മറ്റും ചെയ്യുന്നുണ്ടാകും. ഇവരാണ് ഈ വിപണിയിലേക്ക് പൈസ ഇറക്കുന്നത്, ഈ വിപണിയെ ചലിപ്പിച്ച് നിർത്തുന്നത്. അപ്പൊ ആ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായിട്ട് നമ്മുടെ വിപണി ഒരു മാന്ദ്യത അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ കോവിഡിനൊക്കെ ശേഷം നമ്മളൊരു ഉണർവിലേക്ക് വന്നുവെങ്കിൽ പോലും മാന്ദ്യത്തിലേക്കാണ്. ഇപ്പോൾ ഈ ടാക്സ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം വരുമ്പോൾ ഒരു വർഷം ഒരു ശരാശരി സർക്കാർ ഉദ്യോഗസ്ഥനും പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരും ഇല്ലെങ്കിൽ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കുമെല്ലാം 80,000 മുതൽ 1,10,000 രൂപ വരെ സേവ് ചെയ്യാൻ കഴിയും. ഏതാണ്ട് 10 to 12 ലക്ഷം ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് 1,10,000 രൂപ അടയ്ക്കേണ്ടി വരും.
അതിന് ഉം, ഉം, താഴെയുള്ളവർക്ക് ഏതാണ്ട് ഒരു 80,000 രൂപ മിനിമം അടയ്ക്കേണ്ടി വരും. അപ്പം ഇത് ഉം, ഒഴിവാക്കി കിട്ടും. ഇനി ആ സമയത്ത് ഇദ്ദേഹത്തിന് അടയ്ക്കാൻ പണമില്ലെങ്കിൽ പിന്നെ അതിന്റെ പിഴയും കൂടെ ചേർത്ത് വരും. പലിശയും ഇൻട്രസ്റ്റ് അതൊക്കെ ചെറിയ തുകകളൊന്നുമല്ല, വലിയ തുക തന്നെയാണ് ഉം, വരുന്നത്. കാരണം നമ്മളും ഒരു ടാക്സ് പേ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മളും ഈ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ചിലപ്പോൾ ഈ ടാക്സ് അടയ്ക്കാൻ നേരത്ത് ഉം. വലിയൊരു തുകയാണ് ആവശ്യമായി വരുന്നത്. നമ്മൾ ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും. അപ്പം അതെ. അങ്ങനെയൊക്കെ വരും. ചിലപ്പോൾ നമ്മൾ അപ്പൊ അടയ്ക്കാതെ വന്നാൽ പിന്നെ അതിന്റെ പിഴയും അതിന്റെ ഇൻട്രസ്റ്റും എല്ലാം കൂടെ അടയ്ക്കും, പിന്നെയും ഒരു തുക കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ അവർ ഉം, ഒഴിവാക്കി കിട്ടി. അപ്പോൾ കേന്ദ്രം ഒരുപക്ഷെ കരുതുന്നത് ഈ പണം, അതായത് അധികമായി ഈ ആളുകളുടെ കയ്യിൽ, ഉം, ജനങ്ങളുടെ കയ്യിൽ എത്തുന്ന ഈ പണം നേരെ വിപണിയിലേക്ക് എത്തും എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ട്. അങ്ങനെ ഉം, വിപണിയിലേക്ക് എത്തുകയാണെങ്കിൽ വിപണി വളരെ ഉണർവോടുകൂടി മുൻപോട്ട് പോകും. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉം, ശ്രദ്ധേയമായിട്ടുണ്ട്. ഈ ആളുകളുടെ ഇത്രയും പണം എത്തുമ്പോൾ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുകയാണ്. പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടി ഈ ജനം വിപണിയിലേക്ക് ഉം, എത്തുകയാണെങ്കിൽ ഈ വിപണിയിലുള്ളവർ ഉം, സാധനങ്ങൾക്ക് വില കൂട്ടുവാനുള്ള സാധ്യതകളുമുണ്ട്. അതും അതെ. ഇതിന്റെ മറ്റൊരു വശമാണ്. കാരണം ഒരുപാട് പേര് ഉം, സാധനം വാങ്ങിക്കാൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അവർ ഇതിന്റെ വില കൂട്ടാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അതൊരു ഒരു ഉം, ഉം, ഒരു സൈഡാണ്. അതിപ്പം ഉം, എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ കച്ചവടക്കാരുടെ ഒരു രീതി അങ്ങനെയാണ്, അത് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ അതെ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ രാജ്യം ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, മേക്ക് ഇൻ ഉം, ഇന്ത്യ പദ്ധതി. കൂടുതൽ മേക്ക് ഉം, ഇൻ ഇന്ത്യ എന്നുള്ളതല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിറ്റഴിക്കാൻ കഴിയും. അതുമൂലം ഉം, ഉം, സർക്കാരിന് അതിന്റെ ഒരു ടാക്സ് ഉൾപ്പെടെയുള്ള ഒരു വലിയ വരുമാന സ്രോതസ്സിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ജനത്തിന് അതെ. പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുമ്പോൾ അവർ കൂടുതലായി വിപണിയിൽ ഇടപെടുകയും കൂടുതൽ കാര്യങ്ങൾ വാങ്ങുകയും ചെയ്യും. അതിൽ നിന്ന് ഉം, ടാക്സ് വലിയ രീതിയിൽ കിട്ടും. മറ്റൊന്ന് ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്കൊക്കെ കസ്റ്റംസ് തീരുവയൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് വലിയ ഒരു പ്രഖ്യാപനമാണ് അതിലും നടത്തിയിരിക്കുന്നത്. അങ്ങനെ ചില ഉം, കാര്യങ്ങൾക്കൊക്കെ അവർ ടാക്സ് കുറച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണം, അതായത് കേന്ദ്ര ഉം, സർക്കാരിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നികുതിദായകരാക്കുക എന്നത് തന്നെയാണ്. എല്ലാവരും ഈ അതെ. സ്ലാബിന്റെ ഭാഗത്തേക്ക് എത്തുക. അതായത് ഒന്നോ രണ്ടോ പേരുടെ നിന്ന് 10 രൂപ കിട്ടുന്നതിനേക്കാൾ നല്ലത് 100 പേരുടെ നിന്ന് 2 രൂപ വെച്ച് കിട്ടുന്നതാണ്. അതാണ് ഇതിന്റെ അതെ. പോളിസി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ലോജിക്കാണ് ഈ സാധനം. പക്ഷെ അതായത് ബാക്കിയുള്ളവരുടെ മുമ്പ് എല്ലാ ഒരു പോളിസിയും വളരെ ക്ലിയർ ആണല്ലേ. നമ്മുടെ CPM ഒക്കെ പോളിസി എന്ന് പറഞ്ഞാൽ പണക്കാരനിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക്, അതാണ് അവരുടെ ആപ്തവാക്യം തന്നെ. അവര് അപ്പൊ ആത്യന്തികമായിട്ട് അവരുടെ ആപ്തവാക്യം നിലനിൽക്കണമെങ്കിൽ ഇവിടെ പാവപ്പെട്ടവൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതായത് ദരിദ്രന്മാരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അതായത് ദരിദ്രൻ ഇല്ലെങ്കിൽ CPM ഇല്ല, കഴിഞ്ഞു. ദരിദ്രൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ പാർട്ടിക്ക് എന്താണ് പ്രസക്തി എന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ BJPയുടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും ആ ഒരു എലൈറ്റ് ക്ലാസ്സിലേക്ക് പിടിച്ചുയർത്താനുള്ള ഒരു ശ്രമമാണ്. അത് വളരെ കറക്റ്റ് കേട്ടോ അത്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ആൾക്കാരെല്ലാം ടാക്സ് കൂട്ടുന്നു എന്ന് തെറി വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങളിൽ അടയ്ക്കാനുണ്ട്, നിങ്ങൾക്ക് 12 ലക്ഷത്തിന് അപ്പുറം വരുമാനമുണ്ട്. സോ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പണ്ടത്തെ കാലത്ത് ഇവിടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ ആൾക്കാർ പോലും ഇപ്പൊ പറയുന്നത് ടാക്സ് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. എന്റെ പഴയ കൂട്ടുകാരന്മാര് വരെ പണ്ട് എന്താണ് കയ്യിൽ 5ന്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞവന്മാര് പറയും സർക്കാർ എന്താണ് ഈ ചെയ്യുന്നത്, സർക്കാർ ടാക്സ് കൂട്ടുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അപ്പൊ നിന്റെ കയ്യിൽ 12 ലക്ഷം മാസ വരുമാനം 12ൽ കൂടുതലാണ്, അല്ലെങ്കിൽ ഇത്രയിൽ കൂടുതലാണ്, ഇത്ര വരുമാനമുണ്ട്. ആ, ഓ ഉണ്ട്, അതാണ് അത് ചെറിയ ചായക്കട നടത്തുന്നവന്മാരാണ്. അത്ര വരുമാനം വരുന്നുണ്ട്. അപ്പൊ വരുമാനമുണ്ട്, പക്ഷെ ടാക്സ് കൂട്ടുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇപ്പൊ ഇതൊരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും, എനിക്കും പ്രശ്നമായി മാറിയിട്ടുണ്ട് ഈ ടാക്സ് കൂടുന്നത്, നമുക്കും പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ ഒരു സർട്ടേൺ ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് സാമ്പത്തികമായി ഉയരുന്നു. നമ്മൾക്ക് പർച്ചേസിംഗ് പവർ കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഐഫോൺ ബംഗ്ലാദേശിൽ കൊണ്ടുപോയി ഐഫോൺ കമ്പനി സ്ഥാപിക്കാത്തത്? അവർ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ആൾക്കാർക്ക് അത് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. പല പല കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. എത്ര വില കൂടിയ വാഹനമാണെങ്കിലും നോക്കിക്കോളും. അതായത് ലോകത്ത് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്നത് ഒരു ഇന്ത്യക്കാരനോ ഒരു കേരളത്തിലുള്ള ഒരു മനുഷ്യനോ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ എല്ലാവരെയും കൂടെ ഈ ഒരു ഇങ്ങനെ ഒരു ഉം, പ്രഖ്യാപനം വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവും ഈ ടാക്സ് പേ ചെയ്യുന്ന ആളുകളായി മാറുന്നു. ഉം, രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ വിപണിയിൽ ഉണ്ടാക്കുന്ന ചലനം മൂലം സർക്കാരിന് അതിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാകുന്നു, വരുമാനം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നത് അതെ. ഈ ഒരു വർഷം നമ്മുടെ വളർച്ചാ നിരക്ക് സർക്കാർ കരുതുന്നത് 7% എത്തുമെന്നാണ്. അങ്ങനെ എത്തിയില്ല ഉം, എന്നുണ്ടെങ്കിൽ, അതിന്റെ നിരക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ബഡ്ജറ്റ് വരുമ്പോൾ മറ്റെന്തെങ്കിലും, ഒരുപക്ഷെ ഈ 12 ഉം, ലക്ഷത്തിന്റെ ഇത് മാറ്റാൻ സാധ്യതയില്ല, പക്ഷെ മറ്റെന്തെങ്കിലും കാര്യത്തിന് നികുതി കൂട്ടേണ്ടി വരും. ഇത് സംഭവമൊന്നുമില്ല, വളരെ കുറെയൊക്കെ ഒരു വേണമെങ്കിൽ ഇതിന് വിമർശാത്മകമായി പറയാമെങ്കിൽ ഗിമ്മിക്ക് പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട്, പക്ഷെ പല ഭാഗങ്ങളിലായിട്ട്, അതായത് എന്താ പറയുന്നത്, ഒരു വലിയ ഭാരം ഉം, വീതിച്ച് എല്ലാവർക്കും കൊടുക്കുമ്പോൾ എല്ലാവരും ഉം, ചെറുതായിട്ട് ചെറുതായിട്ട് അത് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് അതിന്റെ ഒരു തിയറി.
അതായത് അതെ ഒരു കൂട്ടരുടെ ടാക്സ് ഫുൾ എടുത്തു കഴിയുമ്പോൾ അവരുടെ കൈ പൈസ ആകും. അവർ ആ പൈസ എന്ത് അതെ ചെയ്യും? വിപണിയിലേക്ക് ഇറക്കും. ഇല്ല വിപണിയിലേക്ക് ഇറക്കും, ഇല്ലെങ്കിൽ അവരുടെ ഡിപ്പോസിറ്റ് ആയിട്ടോ അതെ എന്തെങ്കിലും ആയിട്ട് മാറുകയാണ്. അത് അതെ അവരിറക്കും. നമ്മുടെ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചലിച്ചു തുടങ്ങുന്നു. അതെ നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പൊ അറിയാൻ വേണ്ടി കൂടുതൽ നമുക്ക് കച്ചവടം കുറച്ച് നടക്കും. കുറച്ച് കാര്യങ്ങൾ, അതായത് ഓരോ മേഖലകളിലും സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ടല്ലോ. ഊർജം, അഗ്രികൾച്ചർ, അങ്ങനെ ഇപ്പോൾ പഴം പച്ചക്കറി ഉത്പാദനത്തിനും സംരംഭത്തിനും സംസ്ഥാനങ്ങളുമായി ചേർന്ന് പദ്ധതി, യുവാക്കൾ, സ്ത്രീകൾ, മധ്യവർഗം, കർഷകർക്ക് എന്നിവർക്ക് മുൻഗണന, സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, സ്ത്രീകൾ, SC ST സംരംഭകർ, പിന്നാക്ക വിഭാഗക്കാർ എന്നിവർക്കായി 2 കോടി രൂപ വരെ വായ്പ, പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ദേശീയ പദ്ധതി, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷം രൂപയാക്കി, ബീഹാറിന് മഖാന, അതാണ് ഞാൻ പറഞ്ഞത്, താമര വിത്ത്, മഖാന ബോർഡ്, മഖാനയും ഉൽപാദനവും സംഭരണവും വിതരണവും ശക്തമാക്കും. 3 വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ കെയർ സെന്ററുകൾ. ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്, എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്റർനെറ്റ് കണക്ഷൻ. ജൽജീവൻ മിഷൻ 2028 വരെ നീട്ടി. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അടുത്ത വർഷം 10,000-ലധികം സീറ്റ്, 5 വർഷത്തിൽ 75,000 സീറ്റ് കൂടെ. നിർമ്മിത ബുദ്ധി വിദ്യാഭ്യാസത്തിന് 3 സെന്റർ ഓഫ് എക്സലൻസ്, 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ 15,000 കോടി പദ്ധതി, 10 വർഷത്തിനുള്ളിൽ 100 ചെറു വിമാനത്താവളങ്ങൾ മലയോര വടക്ക് കിഴക്കൻ മേഖലകൾക്ക്. വടക്ക് കിഴക്കിനും കൊടുത്തിട്ടുണ്ട് 100 ചെറു വിമാനങ്ങളാണ്. അത് വലിയൊരു വാർത്ത കേട്ടോ. ചെറു വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ സ്പേസിന് നോക്കി കൊടുത്തിരിക്കുക. ചെറു മൊഡ്യൂലാർ റിയാക്ടറുകൾ വികസിപ്പിക്കുന്നതിനായി 20,000 കോടി ചെലവിൽ ന്യൂക്ലിയർ എനർജി മിഷൻ. ആണവ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തത്തിന് അറ്റോമിക് എനർജി നിയമം, സിവിൽ ലയബിലിറ്റി ഫോർ 2047 100 ജിഗാവാട്ട് ആണവോർജ്ജം ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി സ്വകാര്യ മേഖലയുമായി ടൈപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മരുന്ന് മുതൽ വ്യവസായ വസ്തുക്കൾക്ക് വരെ വിലക്കുറവ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് 12 ലക്ഷം നമുക്ക് ആദായ നികുതി ഇല്ല എന്ന് പറയുമ്പോൾ, അതുവരെ ഇല്ല എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ വില കുറയുന്ന സംഭവം മൊബൈൽ ഫോണിന് വില കുറയും, ക്യാൻസർ, അപൂർവ രോഗങ്ങൾക്കുള്ള 36 മരുന്നുകൾ, ഇലക്ട്രിക് വാഹന ബാറ്ററികൾ, അത് വലിയ പ്രഖ്യാപനം. കാരിയർ ഗ്രേഡ് ഇഥർനെറ്റ് സ്വിച്ച്, അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് കൊബാൾട്ട് ഉൽപ്പന്നം, LED LCD സിംഗിൾ ലിഥിയം അയൺ ബാറ്ററി സ്ക്രാപ്പ്, 12 ക്രിട്ടിക്കൽ മിനറൽസ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി. മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വില കുറയും. കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി 10 വർഷത്തേക്ക് ഒഴിവാക്കി. സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. വൈറ്റ് ബ്ലൂ ലെതറിനെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. വില കൂടുന്നവ 2 കാര്യങ്ങളെ ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത്. ഒന്ന്, ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% നിന്ന് 20% ഉയർത്തി. നെയ്ത തുണിത്തരങ്ങൾ, ഇതിന് രണ്ടിനും വില കൂടുമെന്നുള്ളൂ. നെയ്ത തുണിത്തരങ്ങൾക്ക് കുറച്ച് വില കൂടിക്കോട്ടെ, അത് അവർ ഇന്ന് നെയ്യുന്നതാണല്ലോ. അപ്പൊ അവരുടെ നെയ്ത്തിന് ഒരു മൂല്യം നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ അല്ല, ഇതാണ് ഈ ബഡ്ജറ്റിന്റെ സർക്കാർ, ഒരു പറയും. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറിയുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് പ്രായമായവരിലും വിദ്യാഭ്യാസ അതെ അതെ മേഖലയിലും ആരോഗ്യ മേഖലയിലുമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് വളരെ കുറച്ച് മെഡിക്കൽ കോളേജുകളെ ഉള്ളതെങ്കിൽ ഇന്ന് വലിയ രീതിയിൽ തന്നെ മെഡിക്കൽ കോളേജ് വികസനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഇന്ന് TDS ഒരു കാര്യം കൂടെ. അതായത് 50,000 രൂപ വരെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് നേരത്തെ TDS കട്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ അതിന്റെ വരുമാന പരിധി 1 ലക്ഷം രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അത് വളരെ അതെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ മുതിർന്ന പൗരന്മാർക്കുള്ള പിന്നെ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി, അതുപോലെ അതെ. തന്നെ ഇപ്പോഴീ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ സെന്ററുകൾ അല്ലെങ്കിൽ ക്യാൻസർ അത് പരിശോധനാ കേന്ദ്രം മാത്രമല്ല ചേട്ടാ, പ്രവർത്തിക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മുടെ രാജ്യത്ത് ചികിത്സ സൗജന്യമാണ്. കഴിഞ്ഞ ദിവസം അതാ ഞാൻ പറഞ്ഞത് ആയുഷ്മാൻ ഭാരത് ഒരു പദ്ധതി. കൂട്ടുകാരൻ ഞാനുമായിട്ട് തർക്കിക്കുക എന്ന് പറഞ്ഞാൽ, എന്ത് ചെയ്തു നമ്മൾക്ക് വേണ്ടി, എന്ത് ചെയ്തു? അതായത് രാജ്യം വികസിക്കുന്നത് ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? 60 വർഷം കോൺഗ്രസ് ഭരിച്ചു, അത് കഴിഞ്ഞ് വെറും 10 വർഷം നരേന്ദ്രമോദി ഭരിച്ചു. ഓക്കെ, നീ ഒരു 20 കൊല്ലം സിഗരറ്റ് വലിച്ച് നിന്റെ ലെങ്സ് മൊത്തം കറ പിടിപ്പിച്ചിട്ട് 21ാമത്തെ കൊല്ലം ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്, ഡോക്ടർ 10 മിനിറ്റിൽ എനിക്ക് ഈ ലെങ്സ് ക്ലിയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞില്ല, നടക്കില്ല. ശരി, 10 കൊല്ലമല്ലേ ആയുള്ളൂ, ഈ 10 കൊല്ലം കൊണ്ട് നിനക്ക് എന്തൊക്കെ തന്നു എന്ന് ഞാൻ ചോദിച്ചു. അവനൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. 2 എന്ന് പറഞ്ഞാൽ, നീ വണ്ടി ഓടിക്കുന്ന നിനക്ക് 2 ലക്ഷം രൂപ ഇൻഷുറൻസ് നരേന്ദ്രമോദി തരും, നീ എടുത്തോ? എടുത്തില്ല. പോരാത്ത നീ മരിച്ചു പോയാൽ ഇത്ര തുക തരും, എടുത്തോ? എടുത്തില്ല. നിനക്ക് പെൻഷൻ ഉണ്ട്, നീ ഇത്ര തുക വെച്ച് അങ്ങോട്ട് അടച്ചാൽ, അതായത് നീ 5,000 അടച്ചാൽ നിനക്ക് അത്ര തുക കിട്ടും, നിനക്ക് 500 അടയ്ക്കാം, നിനക്ക് 100 അടയ്ക്കാം, നിനക്ക് പെൻഷൻ ഉണ്ട്, നീ അതെടുത്തോ? അല്ല, അത് എടുത്തിട്ടില്ല. നിന്റെ വീട്ടിൽ അമ്മൂമ്മയും അപ്പനും ഉണ്ടെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സൗജന്യമാണ് ചികിത്സ, അതെടുത്തോ? എടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ 140 കോടി ജനങ്ങളുണ്ടെന്ന് ആലോചിക്കണം.
140 കോടി ജനങ്ങൾ. അതുപോലും ഇല്ലാത്ത യൂറോപ്യൻ കൺട്രീസും സിംഗപ്പൂരും അടക്കം മെഡിസേവ് എന്ന് പറഞ്ഞ് ഇവരുടെ ആയ കാലത്തുനിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് വരുന്ന ശമ്പളത്തിൽ നിന്ന് പൈസ പിടുങ്ങി അകത്തോട്ടിട്ടിട്ടാണ് വയസ്സാം കാലത്ത് ഇതൊക്കെ കൊടുക്കുന്നത്. നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചികിത്സ കൊടുക്കുന്നു. പോട്ടെ, ഇതും പോട്ടെ, നിനക്കിവിടെ സെക്യൂരിറ്റി ഇല്ലെന്ന് പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ വണ്ടി ഇടിച്ച് വഴി കിടക്കുകയാണ്, നിന്നെ ഒരുത്തൻ എടുത്തോണ്ട് പോകാൻ ആയിട്ട് പോകുന്നു, അവൻ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞത് 25,000 രൂപ നിന്നെ എടുത്തോണ്ട് പോയവന് പാരിതോഷികം കൊടുക്കുമെന്നാണ്. ചേട്ടൻ അത് വായിച്ചില്ലായിരുന്നു വാർത്ത? 25,000 രൂപ പാരിതോഷികം കൊടുക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു ഇതുവരെ എത്തിയില്ലേ? വെറും 10 കൊല്ലത്തിലുണ്ടായ ചേഞ്ചാണ്, വെറും 10 കൊല്ലം. നിനക്ക് സെക്യൂരിറ്റി ഇല്ല എന്ന് പറയുന്നു. നീ പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കൂ, അവിടെ പോയി ജോലി ഇല്ലാത്തവരെ സർക്കാർ ഏറ്റെടുത്ത് നോക്കും. ഞാൻ പറഞ്ഞു അത് നടക്കില്ല മോനെ. ജോലി ഇല്ലാതെ കലാഭമണി കുബൈരല്ലേ പറയുന്നത് പോലെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, അവിടെ മൊത്തം പണിയാണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ നീ ഇവിടെ കിടക്കണ്ട. അതിലും ഭേദം നീ എന്താണ് യൂറോപ്യൻ കൺട്രീസിലോട്ട് പോയി ബെഗ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. വലിയ ഡയലോഗ് അടിക്കുന്നത്. യൂറോപ്പിൽ ബെഗർമാർക്ക് $3,000 ആണ് മാസാവാസം. ഇപ്പൊ പോകൂ, യൂറോപ്പിലേക്ക് പോകും, പോയി ബെഗ് ഇപ്പൊ ധനുഷ് ഇപ്പൊ ഈ വായിച്ചതിനകത്ത് ഇതിനകത്ത് കുറെ പദ്ധതികൾ ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. അതായത് ഈ SC/ST വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് 2 കോടി രൂപ അല്ലെ വായ്പ കൊടുക്കും എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അത് ഓൾറെഡി UP-യിലൊക്കെ യോഗി ആദിത്യനാഥ് സർക്കാർ, 2ാം വട്ട യോഗി ആദിത്യനാഥ് സർക്കാർ ഭംഗിയായിട്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അത് 50 ലക്ഷം വരെയായിരുന്നു. അതായത് 50,000 തൊട്ട് 50 ലക്ഷം വരെ യോഗ്യതയുള്ള SC/ST പെൺകുട്ടിക്കോ ഇല്ലെങ്കിൽ പെൺകുട്ടികളുടെ സംരംഭങ്ങൾക്കോ കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് BJP-യുടെ പിന്നിൽ ദളിത് വിഭാഗം UP കട്ടക്കിറങ്ങി നിന്നത്. അവിടുത്തെ യൂത്ത് യോഗിയുടെ പിന്നിൽ അണിനിരക്കാൻ പ്രധാന കാരണം. അത് ഓൾറെഡി ഇന്ത്യയിൽ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. അതാണ് അതിനകത്ത് ഒരു ഇത്. അവർക്ക് കിസാൻ സമ്മാന നിധിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നടക്കുന്ന പദ്ധതി തന്നെയാണ്. ഇതിനകത്ത് കുറെ അധികം നടക്കുന്ന പദ്ധതികൾക്ക് കുറച്ചുകൂടി ഉത്തേജനം നൽകുന്നു, അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുന്നു എന്ന് തന്നെയാണ്. ഇതൊരു വലിയ ചലനം തന്നെ സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് അറിയാം ഇങ്ങനെ SC/ST പെൺകുട്ടികൾക്ക് ഇത്രയും രൂപ ലോൺ കിട്ടുമെന്ന്? 50,000 രൂപ മുതൽ 5 ലക്ഷം. ഇപ്പൊ അതിന്റെ പരിധി 2 കോടി ആക്കിയിരിക്കുന്നു. 2 കോടി രൂപ വരെ അവർക്ക് ലോൺ എടുക്കാം. അതിന് സബ്സിഡി ഉണ്ട്, പലിശരഹിതമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇവിടെ വന്നിട്ട് നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. അത് കാരുണ്യമായിട്ട് ലിങ്ക് ചെയ്ത് പിണറായി വിജയന്റെ പടം അടിച്ച് ഇറക്കി. ഇവിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി വന്നിട്ട് ഇറങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറയുകയാണ്, അവൻ മുദ്രാ ലോൺ എടുത്തിട്ടാണ് അവനൊരു ഇത് തുടങ്ങിയത്, നമ്മുടെ വർക്ക്ഷോപ്പ്. ചേട്ടൻ അറിയാം അവന്, എന്റെ വണ്ടി നന്നാക്കിയ പയ്യന്. അതായത് അവൻ പറയുകയാണ് ഞാൻ മുദ്രാ ലോൺ എടുത്തിട്ടാണ് തുടങ്ങിയത്. ആ മുദ്രാ ലോൺ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവര് തന്നില്ല അത്രേ. അതായത് ബാങ്കില് മുദ്രാ ലോൺ ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പൊ അവൻ ചോദിച്ചു എന്തുകൊണ്ട് മുദ്രാ ലോൺ തരുന്നില്ല? അപ്പൊ അവര് പറഞ്ഞ ന്യായം എന്താ അറിയോ? നീ ഒരു ഓട്ടോ എടുത്ത് നീ ഓടി, മുദ്രാ ലോൺ നീ എടുത്ത് ആ ഓട്ടോ ഓടി, നാളെ ഈ ഓട്ടോ എവിടെയെങ്കിലും ഇടിച്ച് നീ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ ഇത് ആരടയ്ക്കും? മോഡി ഒന്ന് അടയ്ക്കുമോ ഈ ലോൺ? ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇവൻ അവിടെ ഉള്ള BJP-കാരോട് ചെന്ന് പറഞ്ഞു, ഇവരെല്ലാം കൂടെ കുടുക്കായിട്ട് ഇന്ന് വന്ന് ബാങ്കിന്റെ മുന്നിൽ സമരം ചെയ്ത ശേഷമാണ് ഈ മുദ്രാ ലോൺ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് ആൾക്കാർ കൃത്യമായിട്ട് കൊടുക്കും. അല്ല, ഇപ്പോഴെന്താ മുദ്രാ ലോണിന്റെ അവസ്ഥ? ഓടിച്ചിട്ട് കൊടുക്കുക. ഇപ്പൊ ആർക്കും വേണ്ട. ഇപ്പം ആ ലോൺ ഇപ്പൊ ആർക്ക് എന്ന് ചോദിച്ചാൽ മുദ്രാ ലോൺ കിട്ടും. ഇപ്പൊ ആർക്കും മുദ്രാ ലോൺ വേണ്ട. അതെന്താ കാര്യം? ലോൺ വേണ്ടെന്ന് പറയുന്ന കാര്യമുണ്ട്. ഇതിനകത്ത് കുറെ തട്ടിപ്പുകാരും ഉണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. അതായത് ഈ ബാങ്കിന്റെ പൈസ, കാരണം ഈ ബാങ്ക് പൈസ നേരിട്ട് കൊടുക്കില്ല, പകരം ഈ എക്വിപ്മെന്റിനാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് കുറെ തരികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ തരികൾക്ക് ഈ ലോൺ എടുക്കാൻ കഴിയില്ല, മുദ്രാ ലോൺ. കാരണം അവരുടെ കയ്യിലേക്ക് ക്യാഷ് കിട്ടുന്നില്ല, ഈ ഉൽപ്പന്നത്തിനാണ് കിട്ടുന്നത്. കാരണം ബാങ്കിന് ജപ്തി ചെയ്യാൻ വരുമ്പോഴത്തേന് ഈ ഉൽപ്പന്നമെങ്കിലും അവിടെ വേണമല്ലോ, അതാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് വലിയ തെള്ളില്ലാത്തത്. അതായത് പണി അറിയാമെങ്കിൽ, ഇപ്പൊ എനിക്കിപ്പോ ഒരു ചായ കച്ചവടം നടത്തണമെങ്കിൽ എനിക്ക് ആ പണി അറിയാമെങ്കിൽ എനിക്ക് സുന്ദരമായിട്ട് മുദ്രാ ലോൺ എടുക്കാൻ പറ്റും. കാരണം എനിക്ക് ആ ലോൺ പാത്രങ്ങൾക്കും അവർ ചെക്ക് തരുന്ന പാത്രക്കടയിലേക്കായിരിക്കും, ഇല്ലെങ്കിൽ സാധനം എടുക്കുന്നതിലേക്കായിരിക്കും. അതെടുത്ത് എനിക്ക് കച്ചവടം ചെയ്യാം. നേരെ മറിച്ച് പഴയതുപോലെ എന്റെ കയ്യിലേക്കാണ് ചെക്ക് തരുന്നത് എങ്കിൽ എനിക്ക് പുട്ടടിക്കാൻ പറ്റും. അപ്പൊ പുട്ടടിക്കാരുടെ എണ്ണം കുറഞ്ഞു, ആവശ്യമുള്ളവർ ചെല്ലുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? മുദ്രാ ലോൺ ഇപ്പം ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. കഴിവുള്ളവർ മാത്രമേ ചെല്ലാൻ പറ്റൂ ആ ലോണിന്. അല്ലാത്തവരാണ് എനിക്ക് കുറ്റം പറയുന്നത് മുദ്രാ ലോൺ കിട്ടത്തില്ലെന്ന്. മുദ്രാ ലോൺ കിട്ടത്തില്ലെന്ന് പറയുന്നത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് ഇത് കയ്യിൽ കിട്ടുന്നത്. ഇതിന്റെ രഹസ്യം ഇതാണ്, ഇത് കൈ കിട്ടുന്ന പൈസ അല്ല ഇത്. എക്വിപ്മെന്റിന് അവർ തന്നെ കൊടുക്കും. ഇപ്പൊ എനിക്കൊരു കമ്പ്യൂട്ടറിന്റെ ഷോപ്പ് തുടങ്ങണമെങ്കിൽ കമ്പ്യൂട്ടർ കമ്പനിക്കാണ് അവർ കൊടുക്കുന്നത് ആ പണം. കമ്പ്യൂട്ടർ നമുക്ക് കൊണ്ട് ഇറക്കി തരും. ഇതിനകത്ത് എനിക്കൊന്നും കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ഈ കമ്പ്യൂട്ടർ കിടക്കാനായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടും. അത് വലിയ ബൾക്ക് എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല, ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളെ നടക്കത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇരുന്ന് പലർക്കും ഈ 203 സ്കീമുണ്ട്. ഇത് വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പോകത്തെ പദ്ധതി, അതായത് 203 പദ്ധതികൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അംഗങ്ങളായിട്ടുള്ള 1.25 കോടി മലയാളികളുണ്ട് ഈ കേരളത്തിൽ. ആർക്കെങ്കിലും അറിയാവോ?
1.25 കോടി മലയാളികൾ ഏതെങ്കിലും ഒരു പദ്ധതി, ആയുഷ്മാൻ ഭാരത് പദ്ധതിയാകാം, ഇല്ലെങ്കിൽ ഉം. ഭവന പദ്ധതിയാകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉം. ഇൻഷുറൻസ് പദ്ധതിയാകാം, ഇല്ല പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ് ആകാം, ഇല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധിയാകാം. അങ്ങനെ 203 പദ്ധതികളിൽ ഏതെങ്കിലും ഒന്നിൽ അംഗങ്ങളായിട്ടുള്ള 1.25 കോടി പേരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും അതെ ചോദിക്കുന്നത് ഈ മോദി എന്ത് തന്നു, മോദിക്ക് ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം ചോദിക്കുന്നവരാണ്. ഏറ്റവും വലിയ രസം, അതെ മോദിയെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗത്തിലുള്ളവർ തന്നെയാണ് ഇതിന്റെ ഒരു വലിയ രീതിയിലുള്ള ഗുണഭോക്താക്കളായി മാറിയിരിക്കുന്നത്. പിന്നെ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. അത് എത്ര പേർക്ക് അറിയാം? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അറിയിക്കേണ്ട ചുമതല അതറിയണമെങ്കിൽ നമ്മളാ മറ്റേ മരുന്ന് വിൽക്കുന്ന അതുണ്ടല്ലോ, എന്താ അതിനെ പറയുന്നത്, ജൻ ഔഷധി. ജൻ ഔഷധിയുടെ ജനൌഷധി. ഫ്രണ്ടിൽ ചെന്ന് നിന്നാൽ മതി. അതെ അതെ, എന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നാൽ മതി, അതെ. അതറിയാം ആരാണ് അതിന്റെ ഏറ്റവും വലിയ ആ, ഗുണഭോക്താക്കൾ എന്നുള്ളത്. മോദിയെ ചീത്ത വിളിക്കുന്നവർ തന്നെയാണ്. ഇതിനകത്ത് രസം എന്ന് വെച്ചാൽ ഇതൊക്കെ പബ്ലിസിറ്റി ആയിട്ട് കൊടുക്കേണ്ട ആളുകൾ ഇവിടുത്തെ ബിജെപിക്കാരാണ്. അവര് ഉം. പഞ്ചായത്തിലും ബൂത്തിലും വാർഡിലും ഒക്കെ പറയേണ്ടവരാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് പോലും ഇത് എനിക്ക് തോന്നുന്നില്ല അറിയാവുന്നു. ഉം. ഈ ഇത്രയും പേര് ഇതിന് ഗുണം, ഇത് കേന്ദ്രം ഈ പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ അവരുടെ ഉം. ആരോഗ്യ ഇൻഷുറൻസുകളും ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയും ഏറ്റവും കൂടുതൽ നമ്മൾ മുസ്ലിം കൊടുത്ത വാർത്തയാണ്. ഏറ്റവും കൂടുതൽ അത് എന്താണ് അത് രൂപീകരിച്ചെടുത്തത്, ഇല്ലെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത് ഇന്ത്യയിലെ ഒന്നാമത്തെ രാജ്യമായി സംസ്ഥാനമായി മാറിയത് തമിഴ്നാടായിരുന്നു. ഉം. അവിടെ ഉം. 85% ചെലവഴിച്ചു കഴിഞ്ഞു. അവർ 85% ഉം. ആശുപത്രിയിൽ ഉള്ള ഇതിന് അവർ കൊടുത്തു കഴിഞ്ഞു. ഉം. അതായത് ഉം. BJP ഇതര സർക്കാരുകളാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കേരളം 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് ഉം. ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 1-ാം സ്ഥാനത്ത് ഉം. തമിഴ്നാടും 2-ാം സ്ഥാനത്ത് കർണാടകയും. BJP ഭരിക്കുന്ന സംസ്ഥാനം 5-ാമതൊക്കെയാണ് നിൽക്കുന്നത്. കാരണം അവിടെ മറ്റ് സ്കീമുകളുണ്ട്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനം എന്തുകൊണ്ട് മനസ്സിലായി. പിന്നാക്കം നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ യുപിയിലടക്കം അവർക്ക് ആരോഗ്യ മേഖലയിൽ വേറെ പ്ലാനുകളും വേറെ പദ്ധതികളും ഉണ്ട്. അപ്പൊ അവിടെ ഉം. അവർക്ക് ഒരുമാതിരിപ്പെട്ടവർക്ക് ഒരുപക്ഷെ ഇത് വേണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അതിനകത്ത് ഉം. കൂടുതൽ പേര് എത്തിയിട്ടുണ്ടാകില്ലായിരിക്കും. ഇത് ഉം. ഉപയോഗപ്പെടുത്തുന്നതിന്റെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് കാർഡ് മേടിച്ച് വെച്ചാൽ പോരല്ലോ, അത് ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണം നോക്കുമ്പോഴാണ് ഇത് എത്ര പേര് ഇത് ഉപയോഗപ്പെടുത്തി എന്ന് നോക്കുന്നത്. കാരണം ഒരാള് അതെ അതെ. തന്നെ ഒരു തവണ ഹോസ്പിറ്റലിൽ പോയി 1 കണക്ക് കൂട്ടും, അയാൾ രണ്ടാമതൊന്നുകൂടെ ഉം. പോയി 2 കണക്ക് കൂട്ടും. അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. ഉം. അല്ലാതെ ആ വ്യക്തി എത്ര നാൾ പോയാലും നല്ല കണക്ക് കൂട്ടുന്നു. അയാൾ എത്ര നാൾ ഉം. ഹോസ്പിറ്റൽ സന്ദർശിച്ചു, ഈ കാർഡ് ഉപയോഗിച്ച് എത്ര നാൾ ഹോസ്പിറ്റൽ സന്ദർശിച്ചു. അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാടും കർണാടകവും പോലുള്ള സംസ്ഥാനങ്ങളാണ്. കേരളം അതിൽ 3-ാമതോ 4-ാമതോ അങ്ങാണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സ്കീമുകളുണ്ട്. കേവലം 12 രൂപ മുടക്കി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ കിട്ടുന്ന ഒരു സ്കീമുണ്ട്. ഉണ്ട് ഉണ്ട്. ഇത് ഇൻഷുറൻസ് സ്കീം. ഇതൊക്കെ നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ അറിയിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവർ. അതായത് നരേന്ദ്രമോദിക്ക് എല്ലാ വീട്ടിലും കയറി ഇത് പറയാൻ പറ്റില്ല. ഇത് അറിയിക്കാൻ അതെ. ബാധ്യസ്ഥരായിട്ടുള്ളവർ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പരാജയം. BJP-ക്കാര് അതും എന്തായാലും തുനിഞ്ഞിറങ്ങണം എന്നുള്ളതാണ്. പക്ഷെ തമിഴ്നാട്ടിൽ അണ്ണാമല ചെയ്യുന്നുണ്ട് കേട്ടോ. അണ്ണാമല ഇതെല്ലാം ഉം. തച്ച് നിന്ന് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്തായാലും ബഡ്ജറ്റ് വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രഖ്യാപനം ഇത് തന്നെയാണ്. 12 ലക്ഷം വരുമാനം ഉള്ള ആൾക്കാർക്ക് ഇനി നികുതി അടയ്ക്കണ്ട എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത്. എല്ലാ മേഖലയിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു എന്താണ് മുന്നേറ്റം, അതിനുള്ള പണം മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അറിയാനും സാധിക്കുന്നുണ്ട്. പൊതുവേ ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ ബഡ്ജറ്റ് ആസ് യൂഷ്വൽ സ്വാഭാവികമായിട്ട് ഓബിയസ്ലി ഞാൻ പറയാം, കഴിഞ്ഞ ബഡ്ജറ്റ് മോശമായിരുന്നു എന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ പോലും അഭിപ്രായം. പക്ഷെ ഇത്തവണ ബഡ്ജറ്റ് വന്നപ്പോൾ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നല്ല ബഡ്ജറ്റാണ് എന്നാണ് പറയുന്നത്. നിർമ്മലാ സീതാരാമന്റെ 8ാമത്തെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബഡ്ജറ്റ് കൂടെയാണ് ഇത്. അത് ഈ അവസരത്തിൽ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇറ്റ്സ് എ റെക്കോർഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിർമ്മലാ സീതാരാമൻ ഒരു ധനമന്ത്രി 8ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ഒരു പ്രത്യേക കൺഗ്രാജുലേഷൻസ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിജേട്ടൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.